മനുഷ്യനെ ഇണകളായി സൃഷ്ടിച്ചത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾ അവളിലേക്ക് സമാധാനത്തോടുകൂടി ഒത്തുചേരാൻ, അല്ലെങ്കിൽ ഇണകൾ പരസ്പരം സമാധാനത്തോടുകൂടി ഒത്തുചേരാൻ വേണ്ടി വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലാഹു റഹ്മത്ത്, കാരുണ്യവും സ്നേഹവും ഇട്ടു തന്നിരിക്കുന്നു. അപ്പോൾ കുടുംബജീവിതത്തിൽ കാണപ്പെടേണ്ടത്, ഇണകൾ തമ്മിലുള്ള ജീവിതത്തിൽ കാണപ്പെടേണ്ടത് കാരുണ്യവും സ്നേഹവും സമാധാനത്തോടുകൂടിയുള്ള ഒത്തുചേരലുമാണ്. എന്നാൽ പലപ്പോഴും ആ ഒരു സമാധാനം, ആ ഒരു ഇഷ്ടം, ആ ഒരു കാരുണ്യം ഭാര്യാഭർത്തൃ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത്, ഇതെല്ലാം ഉണ്ടായിത്തീരുവാൻ വേണ്ടി നമ്മെ ഇണകളായി സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങൾ അത്തരം വിഷയത്തിൽ നമ്മൾ പിൻപറ്റാത്തത് കൊണ്ടാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച ആ മാർഗനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കൃത്യമായി നമ്മൾ പാലിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായും സമാധാനത്തോടുകൂടി ഒത്തുചേരാൻ നമുക്ക് സാധിക്കും. കാരണം ആ നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ പ്രകൃതത്തോട് യോജിച്ച നിലക്കാണ് ശരീഅത്തിലെ നിയമങ്ങളുള്ളത്. അപ്പോൾ ഇണകളായി നമ്മളെ സൃഷ്ടിച്ച അതേ റബ്ബ് തന്നെ അത് സമാധാനപരമായി മുന്നോട്ട് പോകുവാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ആ മേഖല നമ്മൾ അവഗണിച്ചാൽ ഈ പറയപ്പെട്ട സമാധാനവും ശാന്തിയും നന്മയും ഒന്നും കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ആയിരക്കണക്കിന് പ്രൊഫൈലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഇന്ന് തന്നെ നിസ്വാപ് സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. ഇൻഷാ അല്ലാഹ്.